ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുലാൻപൂരിൽ ഇന്ന് IPL നാലാമത്തെ മത്സരം നടക്കുകയാണ്. പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ വൈകിട്ട് 7:30 മത്സരം. ഒരു കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ശ്രേയസ് അയ്യറും ശുഭ്മൻ ഗില്ലാണ് രണ്ട് ടീമിന്റെ നായകൻ. അയ്യർ രണ്ട് തവണ ലാസ്റ്റത്തെ 2 ഇയറിലും IPL നയിച്ച ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചൊരു ക്യാപ്റ്റനാണ് അയ്യർ. അതിലൊരു തവണ കിരീടവും അയ്യർ നേടിയിട്ടുണ്ട്. എന്നാൽ ഗില്ലാണ് ഹയസ്റ്റ് റൺ സ്കോറർ IPL 2020 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് നമുക്കറിയാമല്ലോ. അപ്പൊ ഒരു ടീം തന്നെ മാറും. പിന്നെ ഇപ്പോ നമ്മുടെ അയ്യറിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാം. അയ്യർ ഇപ്പോൾ 604 റൺസാണ് അയ്യർ അടിച്ചത് കഴിഞ്ഞ സീസണിൽ. സ്ട്രൈക്ക് റേറ്റ് എത്രയാ? 175. ഗില്ലടിച്ചതോ 650 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 155. അപ്പൊ രണ്ടു പേരും IPL മിന്നുന്ന ഫോമിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഇപ്പോ ഗില്ലിനെ പുറത്താക്കിയിട്ടാണ് നമ്മുടെ അഭിഷേക് ശർമ്മയെ T20 വേൾഡ് കപ്പിൽ കൊണ്ടുവന്നത്. T20 വേൾഡ് കപ്പിൽ ഇപ്പോൾ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഇഷാൻ കിഷനൊക്കെ ഓപ്പൺ ചെയ്തത് ഗില്ലിന് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗില്ല് ഇന്നലെ പറയുന്നുണ്ടേ തനിക്കിനി പ്രൂവ് ചെയ്തൊന്നുമില്ല, താൻ IPL പ്രൂവ് ചെയ്ത പ്ലെയർ ആണ്, പിന്നെ ഇതൊക്കെ മാനേജറിന് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് ഗില്ല് പറഞ്ഞത് ആ ടീമിന് എടുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ. പക്ഷെ ആ ഗില്ല് അതിനുശേഷം IPL കളിച്ച ഇന്ത്യക്ക് വേണ്ടി 10-15 T20 മത്സരം കളിച്ച, പക്ഷെ അത്ര നല്ല ഫോമിലായിരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. പിന്നെ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച് അവർ കരുത്തുറ്റ ടീമാണ്. അവർക്ക് ടോപ്പ് ഓർഡർ ആയാലും മിഡിൽ ഓർഡർ ആയാലും അവരെ ബൗളേഴ്സ് ഒക്കെ ആയാലും ശക്തമായ ഡെപ്തുള്ള സ്ക്വാഡാണ് അവർക്ക്. അപ്പോൾ അവർ ഇത്തവണ അവർ കിരീടത്തിൽ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അവർക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ മത്സരത്തിലേക്ക് പോകുമ്പോൾ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിളി എന്തൊക്കെ നോക്കാം നമുക്ക്. പിച്ച് റിപ്പോർട്ടിലൊക്കെ വന്ന അവരുടെ ഹെഡ് കോച്ച് സാക്ഷാൽ ലെജൻഡ് റിക്കി പോണ്ടിങ് വരുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? ഇതൊരു പേസ് ആൻഡ് ബൗൺസ് ചെയ്യുന്ന പിച്ചാണ്. അതുകൊണ്ട് ബാറ്റേഴ്സ് നല്ല അഡ്വാൻറ്റേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ഹൈ സ്കോർ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞത് ഒരു 220-230 ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോ ടീം ന്യൂസിലേക്ക് പോയാലും ഇപ്പൊ പഞ്ചാബ് കിങ്സ് നമ്പർ 3 കൂപ്പർ കണോളി ഇറങ്ങുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു സ്ലോട്ട് കൂപ്പർ കണോളിയാവും. പിന്നെ ഇപ്പൊ മാർക്കോ സ്റ്റോയിനസും മാർക്കോ യാൻസനും എന്തായാലും ടീമിനുണ്ടാകും. പിന്നെ 4ാമത്തെ വിദേശ നിരയായിട്ട് ബെൻ ഡോഷസോ സേവ്യർ ബാട്ട്ലെറ്റോ അസ്മത്തുൽ ഒമർസായോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിച്ച് കണ്ടീഷനും മറ്റവരുടെ ആ ഒരു ഗെയിമിലെ ഒരു ഇത് നോക്കിയിട്ട് അവർക്ക് ഇറക്കാൻ പോകുന്നത്. ഇപ്പൊ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്കിപ്പോ 2 മികച്ച ഓപ്പണേഴ്സ് ഉണ്ട്. അതായത് ശുഭ്മൻ ഗില്ലും സായി സുദർശനും. പിന്നെ ബട്ട്ലർ ഫോം ഔട്ടാണ്, അതൊരു പ്രശ്നമാണ് അവർക്ക്. കാരണം ജോസ് ബട്ടൺ ഈ വേൾഡ് കപ്പിൽ മൊത്തം ഫോം ഔട്ടാണ്. അങ്ങനെ അവര് ഫോം ഇല്ലാണ്ട് നിന്നാൽ അവർ തിരിച്ചെടുക്കും. കാരണം ഇപ്പോൾ ബട്ട്ലറും സുദർശനും കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ചില പ്ലേയേഴ്സ് ഒന്നും ഇല്ല. പിന്നെ രാഹുൽ തെവാട്ടി അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ അവർക്കുള്ളൂ. അതൊരു പ്രശ്നമാണ്. പിന്നെ ബൗളിംഗ് ഉണ്ട്. റബാഡ, റാഷിദ് ഖാൻ, സായി കിഷോർ, നമ്മുടെ ഇങ്ങനെ നടക്കുന്ന ഗംഭീരമായ ബൗളേഴ്സ് അവർക്കുണ്ട്. മുഹമ്മദ് സിറാജ്, ഇങ്ങനെയൊക്കെ ബൗളിംഗ് നേരെ അവർക്ക് നല്ല ശക്തമാണ്. പിന്നെ ഈ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ശ്രേയസ് അയ്യർ ഇപ്പോൾ പഞ്ചാബിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ മോസ്റ്റ് റൺസ് എടുത്ത പ്ലെയറാണ്. പക്ഷേ ഇതേ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന്റെ ഫോം വളരെ ദയനീയാവസ്ഥയുമാണ്. അതാണ് പ്രശ്നം. അദ്ദേഹം ഈ സ്റ്റേഡിയത്തിൽ അദ്ദേഹം എടുത്ത റൺസ് എത്രയായിരുന്നു? 27 റൺസ്. ഹയസ്റ്റ് സ്കോർ 10ആണ്. സ്ട്രൈക്ക് റേറ്റ് 100ആണ്. അപ്പൊ ഈ സ്റ്റേഡിയം അയ്യറിന് അത്ര നല്ല സ്റ്റേഡിയം അല്ല. പിന്നെ പ്രഭ്സിമ്രാൻ കഴിഞ്ഞ തവണ ആം സ്പിൻ 5 ഇന്നിംഗ്സിലാണ് നേരിട്ടത്. ആ 5 ഇന്നിംഗ്സിലും 3 ഇന്നിംഗ്സിൽ ഔട്ടായി പോയിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 104. അതുകൊണ്ട് പഞ്ചാബിന്റെ ഓപ്പണേഴ്സ് കുറച്ച് പ്രശ്നമാണ്. അതായത് അവർക്ക് ആം സ്പിന്നേഴ്സ് ഉണ്ട്. സായി കിഷോർ മികച്ച ബോളറാണ്. പിന്നെ യുസ്വേന്ദ്ര ചഹലിന് ഗുജറാത്ത് ടൈറ്റൻസിന് നല്ല റെക്കോർഡുമുണ്ട്. അപ്പൊ പഞ്ചാബിന് അത് എത്രത്തോളം ഉപയോഗിക്കണമെന്ന് കണ്ടറിയണം. ഗില്ലിനാകെ 122 സ്ട്രൈക്ക് റേറ്റ് ചഹലിനെതിരെ ഉള്ളൂ. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ 105. ഇതാണ് നമ്മൾ പറഞ്ഞത്. ചഹൽ ഗില്ലിനെതിരെ നല്ല രീതിയിൽ ബോൾ ചെയ്താൽ അതൊരു പഞ്ചാബിന് ഗുണകരമാകും. പിന്നെ ബട്ട്ലറിന്റെ കാര്യം, ബട്ട്ലറിന്റെ പക്ഷെ ചഹലിനെതിരെ അങ്ങനെയല്ല, നല്ല റെക്കോർഡ് ഉണ്ട്. ബട്ട്ലർ ടീം ന്യൂസിലേക്ക് നമ്മൾ ഓൾറെഡി പഞ്ചാബിന്റെ കാര്യം പറഞ്ഞു, ഗുജറാത്തിന്റെ കാര്യത്തിലേക്കും വന്നു. ഇപ്പോൾ ഇതാ പ്രോബബിളി നമുക്ക് നോക്കാം. പ്രോബബിളി നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസ് പ്രതീക്ഷിക്കുന്നത് ഓപ്പണിംഗിൽ ശുഭ്മൻ ഗില്ലും സായി സുദർശനും കൂടി ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 ജോസ് ബട്ട്ലർ വരും. നമ്പർ 4 വാഷിംഗ്ടൺ സുന്ദർ. നമ്പർ 5 പറക്കും ഫിലിപ്സ്. നമ്പർ 6 ഷാറുഖ് ഖാൻ വരും. നമ്പർ 7 രാഹുൽ തെവാട്ടിയ. നമ്പർ 8 ജെയ്സൺ ഹോൾഡർ ഓർ കാഗിസോ റബാഡ. ഹോൾഡർ കളിക്കുമ്പോൾ ഇനി രണ്ടാളും കളിപ്പിക്കുമെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഫിലിപ്സിനെ പുറത്തിരുത്തും. നമ്പർ 9 റാഷിദ് ഖാൻ എന്തായാലും ടീമിലുണ്ടാവും. നമ്പർ 10 പ്രസിദ്ധ് കൃഷ്ണ. നമ്പർ 11 നമ്മുടെ മുഹമ്മദ് സിറാജ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അർഷാദ് ഖാനോ സായി കിഷോറോ അശോക് ശർമ്മക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ പഞ്ചാബിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബിന് പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും. പ്രിയാൻ ഷാരിയുടെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി.
കഴിഞ്ഞ സീസണിലൊക്കെ മിന്നുന്ന പ്രകടനമാണ് യങ് ടാലന്റ് കാഴ്ച ഈ സീസണിൽ അതുപോലെ കഴിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രൻ സിംഗ് ഇറങ്ങും. കൂപ്പർ കോണൽ നമ്പർ 3, നമ്പർ 4 ഷേസർ വരും. നമ്പർ 5 മാർക്കസ് സ്റ്റോയിനസ്, നമ്പർ 6 നഹാൽ വധേര, നമ്പർ 7 ശശാങ്ക് സിംഗ്, നമ്പർ 8 മാർക്കോ യാൻസൻ. നോക്കിക്കളൂ എന്തൊരു ബാറ്റിംഗ് ഡെപ്ത്, യാൻസന് വരെ അടിച്ച് പൊട്ടിക്കാൻ പറ്റും, അമ്മാതിരി ബാറ്റിംഗ് ആയിരിക്കും. നമ്പർ 9 സാഗർ ബാറ്റ്ലറ്റ് ഓർ അസ്മത്തുള്ള ഒമർസൈ ആണെങ്കിൽ ഒന്നുകൂടി ബാറ്റിംഗ് ശക്തിപ്പെടും. നമ്പർ 10 ഹർഷദീപ് സിംഗ്, നമ്പർ 11 യസ്വേന്ദ്ര ചഹൽ. ഇമ്പാക്ട് പറയായിട്ട് വിജയ് കുമാർ വൈശാഖും ഉണ്ടാകും. അപ്പോൾ നല്ലൊരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ജയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. കൂടുതൽ വീഡിയോസുമായി വീണ്ടും എത്തിയിരിക്കും.